ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാൽദീവ്സിലെ ഫില്ലൂദ അല്ലേ ഫില്ലദു എന്ന് പറയുന്ന ഒരു ഐലൻഡിലാണ് കേട്ടോ. ഐലൻഡ് അല്ല, ഒരു ഗ്രാമം. ഓ അല്ലേ, ഐലൻഡ് ഗ്രാമം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ മോസേ? നമ്മൾ ഇന്നൊരു ബോട്ട് ഇവിടുന്ന് എടുത്ത് കടലിൽ നടക്ക് മീൻ പിടിക്കാൻ പോകാൻ. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ നമ്മളിവിടെ രാജേന്ദ്രൻ സാറും ഉണ്ട്. ആ സാറിൻ്റെ പേര് എങ്ങനെയാ? ബാബു റൌഫ് സാറും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ മോസസ് ഇവിടെ ഒരേ ചുറ്റലാണ്. ഇന്ന് സ്രാവിനെയും എന്തിനൊക്കെ തിമിംഗലത്തിനൊക്കെ പിടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് മോസസ് ഇറങ്ങിയേക്കുന്നത് അല്ലേ? ഇന്ന് പിടിക്കാണ്ട് ഇന്നലെ നമ്മൾ പോയി, പക്ഷെ രാത്രി കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതെ, പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ മീനുകളാട്ടോ കിട്ടിയാൽ. രാജേന്ദ്രൻ സാർ ഇട്ടപ്പോൾ തന്നെ ഒരു മീൻ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ചൂണ്ടയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഇതെനിക്ക് മതി. നമ്മളെ വണ്ടി വന്നു. വണ്ടി കൊള്ളാല്ലേ? അതെ, നാട്ടിലെ പോലെ ട്രാവലർ വിളിക്കുന്ന പോലെയാണ് നമ്മളിവിടെ. ഇത് കേറണല്ലേ? ഇല്ല, കേറണ്ട. ഞാൻ മുമ്പിലിരിക്കാം, എനിക്ക് അതാ ഇഷ്ടം. വണ്ടി നീയല്ലല്ലോ ഓടിക്കണേ? അല്ല, വണ്ടി ഓടിക്കാൻ ആളുണ്ട് ഉണ്ടല്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് പോവാണ്. ഇതൊരു വണ്ടി എന്ന് പറഞ്ഞ ഒന്നൊന്നര വണ്ടിയാട്ടോ ഇരിക്കുന്നുണ്ടോ എല്ലാവരും. അപ്പോ ഇതില് ഈ പുള്ളിയാണ് നമ്മളെ ഇന്ന് ബോട്ടിൽ കൊണ്ടുവന്ന നെയിം റാസ് ഭായ് ആണ് നമ്മളെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, പോയി കൊണ്ടിടാതല്ലേ. അതെ, ഞങ്ങളുടെ വണ്ടി ഒരു വെറൈറ്റി വണ്ടി കേട്ടോ. പിടിച്ചോ, നീ തന്നെ വ്ളോഗ് ചെയ്തോ. ഇതിനാണ് നമ്മള് പോണ മോസേ. ഇതെങ്ങനെ ഓടിക്കുന്നേ? പക്ഷെ വെള്ളത്തിന്റെ കളർ നോക്കല്ലേ, പൊളി കളർ, നല്ല കളറാട്ടോ. കളർ കിട്ടും, കാറ്റും. ഇവിടെ നമ്മൾ ഇന്നലെ രാത്രി ഒന്ന് മീൻ പിടിച്ചത് അവിടെ മീൻ പിടിച്ചിട്ട് ഷാർക്കുകളെ കിട്ടും. നമുക്ക് കഴുകാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിലാണ് നമ്മ പോണത് കേട്ടോ. സ്പോട്ട് അല്ല, അവനെ അടുപ്പിക്കട്ടെ. ഇപ്പൊ ചാടിക്കാൻ ചിലപ്പോ ചെരിഞ്ഞു ചാടുന്നതിന് എന്തായാലും മെനഞ്ഞാത്ത ബോട്ട് പോലെ ആവില്ലല്ലോ. ഞങ്ങൾ വന്ന ബോട്ട് പോലെ ആവുമായിരുന്നു. എവിടെ തടഞ്ഞില്ലല്ലോ, വെയിറ്റ് കുറയോ? അല്ല, ഒന്നും കൂടി അങ്ങനെ ആയാൽ ഇത് മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞ പോലെ നമ്മുടെ വീടിന്റെ മറ്റേ ചാർപ്പിലിട്ട് ഉണ്ടാക്കിയ ബോട്ട് പോലെ ആവൂലല്ലോ. മോസസ് ചാടുകയാണേ. ചാടുകല്ലടാ, ഇരുന്നിട്ട് ഇറങ്ങുക. എന്നാ ഇതൊന്ന് പിടിച്ചേ. നീ ഇറങ്ങണോ? നീ ഇറങ്ങണോ? എന്തോ പറയുന്നുണ്ട് കേട്ടോ. മെല്ലെ ചാടറാ, ഇപ്പൊ മറിച്ചിടല്ലേ. വേറൊന്നല്ലോ, ഇറങ്ങുന്നില്ലേ? മോസേ, നല്ലൊരു സ്ഥലം നോക്കി പിടിക്കട്ടോ കേട്ടോ. ഇത് കൊള്ളാട്ടോ. ഇത് എത്ര ദൂരം പോകും നമ്മള്? എത്ര ദൂരം പോകും നമ്മള്? എത്ര ദൂരം പോകുന്നുണ്ട്? അത്രയല്ലേ ഉള്ളൂ. നടുക്കടലൊന്നും പോകുന്നില്ലല്ലോ. ആയില്ല ബായി. ആള് ചാടിയില്ല. ബേബേ എന്തോ ആയിക്കോട്ടെ. ബേബേ മോശം ഇതൊക്കെ മാഷേ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ വേണം. ഇന്നത്തെ പോലെ ആവുമോ? മാഷ് ഇന്ന് പിടിക്കും പറഞ്ഞു. ഓക്കെ, ഇന്നലെ നമുക്ക് ചെറിയ മീനുകൾ കൊടുക്കും. പക്ഷെ എന്താ പറയാ, നമുക്ക് അബദ്ധം പറ്റിയേ. കിട്ടിയ മീനിനെ സ്രാവിന് തിന്നാൻ ഇട്ട് കൊടുക്കേണ്ട അവസ്ഥയായി. ചെറിയ മീനെ പിടിച്ചിട്ട് കൊരിച്ചിട്ട് സ്രാവിന് ഇട്ട് കൊടുത്തു. നീ വെള്ളം നോക്ക് മോശം. എന്താ ചെയ്യുന്നത്? വെള്ളം കയറ്റാ എന്തിനാ? ബോട്ടിനുള്ളിൽ കയറിയ വെള്ളം മുഴുവൻ അടിച്ചു കളയുന്നത് ഓട്ടോമാറ്റിക് വെള്ളം പമ്പാവുന്നുണ്ട്. അപ്പുറത്ത് പോകുന്നുണ്ടോ? നമ്മുടെ നാട്ടില് റെഡിയാണല്ലോ. മറ്റേ ഇത് ഉണ്ടോ അവിടെ? മൂപ്പര് അങ്ങനെ ഇടിച്ചിടിച്ച് താത്തുമ്പോ ബോട്ടിനകത്ത് കയറിയ വെള്ളം മുഴുവൻ പോവാ. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ മറ്റേ ഒരു പൈപ്പ് ഇപ്പോഴും പല സ്ഥലത്തുണ്ട്. ഇതാണ് കേട്ടോ ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ. സ്റ്റിയറിംഗ് സ്പീഡ് അത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടല്ലോ വെള്ളം. കുറച്ചേ ഉള്ളൂ. കാണുന്നുണ്ടോന്നറിയില്ല ഇരുട്ടാ. വെള്ളത്തിന്റെ കളറാണ് സഹിക്കാൻ പറ്റാത്ത കേട്ടോ. ഇതുണ്ടോ കളർ ഉണ്ടോ? ജിൻസ വെള്ളത്തിൽ ഫോൺ മുക്കട്ടാ? വേണ്ടടാ, മുക്കാന്നൊക്കെ കമ്പനി പറയും. നമ്മൾ മുക്കി പോയി കഴിഞ്ഞാ നീ സാംസങ് കമ്പനീനെ അവഹേളിക്കരുത് കേട്ടോ. കളർ ഉണ്ടോ? പറഞ്ഞു പറഞ്ഞു മുക്കുവോ? നമ്മള് കടലിലോട്ട് പോവാ. ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോന്ന വഴി. ഇവിടെ ഇച്ചിരി വെള്ളം കുറഞ്ഞിട്ടുണ്ട്. വെയില അവിടുന്ന് ഭയങ്കര അല്ലേ. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഓ, ഇതാണ് അടിവശം അല്ലേ. ചെറിയൊരു മോട്ടർ അല്ലേ? ചെറിയ ബോട്ടല്ല ഇത്, മറ്റേ ഇതിന്റെ എഞ്ചിനാണ്. നമ്മുടെ ഡീസൽ എഞ്ചിൻ പോലത്തെ.
ലോറിയുടെ എഞ്ചിനാണ്. കറക്കി സ്റ്റാർട്ട് ആക്കും അല്ലേ? ഇങ്ങനെ SML മറ്റേ പഴയ മറ്റേ ലോറിയില്ലേ, അതിന്റെ എഞ്ചിൻ ഇത് കറക്കി സ്റ്റാർട്ട് ചെയ്യണം. ഡീസൽ എഞ്ചിനൊക്കെ അങ്ങനെ കൂട്ടാ. ഇഞ്ചക്ടർ ഒക്കെ ഉണ്ട് അതിന്റെ. സെറ്റപ്പാണ്. സെൽഫില്ല, ഇതാണ് സെൽഫ്. ഈ മോട്ടർ എത്ര സ്റ്റാർട്ട് ആക്കിയിട്ടുള്ള മാടിക്കോറ് ഈ മോട്ടർ സ്പീഡാക്കി വരണം. ഒരു സാധനം വലിക്കും, ഒരു ചെറിയ ലിവർ വലിക്കും, അപ്പോഴാണ് സ്റ്റാർട്ട് ആവുക. നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. പേടിയുണ്ടോ? ഇന്നത്തെ അത്ര പേടിയൊന്നുമില്ല. ഇല്ലല്ലേ? എന്തായാലും നടുക്കള്ളിൽ നിന്നോലെ ആവില്ല. പിന്നെ നമുക്ക് മെല്ലെ പോവാട്ടോ. നമ്മുടെ നങ്കൂരെല്ലാം അഴിക്കുകയാണ്. ഇനി മേളിൽ അവിടെ കെട്ടി വെക്കും കേട്ടോ. തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ കെട്ടി വെക്കാം. മോസേ ഇരുന്നോ വേണമെങ്കിൽ? അല്ല, ഇതിന്റെ ടെക്നോളജി ഒന്ന് നോക്കട്ടെ. ടെക്നോളജി എന്നിട്ട് വേണം ഇതിൽ കയറണോ വേണം തീരുമാനിക്കാൻ. വാളൂക്കോടാ. അത് ഞാൻ കണ്ടു. പഴയ മോഡൽ അല്ലേ? ഇത് പക്കാ ട്രഡീഷണൽ ബോട്ടാ. അതിനെക്കാട്ടും നന്നായി ശരിക്കും. സാധാരണക്കാര് ഇവിടെ ഇരിക്കാം. മോസസാണ് ഞാൻ ഇവിടെ ഇരുന്നുണ്ട് കേട്ടോ. വണ്ടി തിരിക്കാം. വണ്ടി തിരിക്കാം. വേണ്ട, അല്ല ഞാൻ നോക്കിയതാ. നീ ഒന്ന് മാറിക്കോ മോസ, നിന്നെ കൊണ്ട് താഴെ ഇടും. ഇത് ബാക്കിൽ പോണ്ടേ? നീ ഇങ്ങോട്ട് പോവാ. ഇതാണ് എന്റെ ആക്സിലേറ്റർ. ഇവിടെ ഉണ്ടോ? ഈ കിടന്ന് ആടുന്ന എന്താ? അത് സ്റ്റിയറിംഗ്. ഇപ്പുറത്തെ സൈഡില് ഇത് സ്റ്റിയറിംഗ്. സംഭവം കൊള്ളാട്ടോ. അപ്പൊ നമ്മളിത് ഗിയറിട്ടു ലെഫ്റ്റ്. ഇതാണ് ഗിയർ. ഇരിക്കണേ അങ്ങോട്ടാ. മോസസാട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇങ്ങോട്ട്. ഇനി അങ്ങോട്ട് സ്പീഡിൽ പോവുക കേട്ടോ. വലിയ സ്പീഡില്ലെന്നാണ് പറഞ്ഞത്. ഏറ്റേക്ക് ആണോ? മോശ എവിടെ കൊണ്ട് ഇടിപ്പിക്കല്ലേ? ആ രണ്ടെണ്ണത്തിന് നടുക്ക്. ഞാനാണ് വണ്ടി ഓടിക്കുന്നത്. ഇൻസാ കണ്ട് ഇവിടെ നോക്കിയാ കാലുണ്ട്. അവിടെ പോയി. ഇനിയിപ്പോ ഞാൻ ഇത് ബാക്കിയോട് പറഞ്ഞു തന്നിട്ട് പോകാൻ പറ. നല്ല കാറ്റുണ്ട് കേട്ടോ. നമ്മക്കെന്ത് പുത്തരി, ഇവിടെ ടിപ്പറും JCB വരെ നമ്മൾ ഓടിക്കും. നല്ലോണം ആടുന്നുണ്ടല്ലോ. മോസസിന്റെ വീഡിയോ എടുക്കുന്നത് നോക്കിയേ. അപ്പൊ ഇന്നത്തെ കപ്പിത്താൻ അതെ ഞാനാണ്. നീ വണ്ടി ഇളക്കാണ്ട് ഓടിക്കേ. ഇതാണ് ആക്സിലേറ്റർ താഴെ. നീ ഇളക്കാണ്ട് ഓടിക്കട്ടോ. നന്നായിട്ട് അളകുന്നുണ്ടല്ലോ. ഞാൻ ഇത്ര ധൈര്യത്തിൽ വന്ന് തരുമെന്ന് വിചാരിച്ചില്ല. ഛർദിക്കാ? ഒന്നും എടുത്തിട്ടില്ല. ഇല്ല. അയ്യോ മോസേ, നമ്മള് നാരങ്ങ ഒന്നും എടുത്തില്ല. പോകുന്നത് അവിടെ മോസസിനെ ഓടിച്ച അവിടുന്ന്. മോസസിന്റെ ഓടിക്കൽ സ്പീഡുണ്ട്. അല്ലോ ആ ചേട്ടൻ കാലും കൊണ്ടാട്ടോ ഇത് ഓടിക്കുന്നത്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാ. മറ്റുള്ള ബോട്ട് പോലെ അല്ല. ഇതൊരു ട്രഡീഷണൽ ബോട്ടാണല്ലോ. അതെ, ഇപ്പോഴാണ് വൈബായത്. ആ ചേട്ടൻ അതിന്റെ ഫ്രണ്ടിൽ കയറി.
ഐലൻഡ് കാണുന്നുണ്ട്. ചേട്ടൻ മീനിടാൻ പോവുകയാണ്. ആ അയ്യോ, എത്ര അകലെ അത് എവിടെ വീണ? അത്ര ദൂരം പോയോ? അത്രയും ദൂരം പോയി. നിന്റെ ആരല്ല ഇത് നങ്കൂരിട്ട് നിർത്തോ? ഇല്ലല്ലോ. അയ്യോ, ചുമ്മാ കിടന്ന് കളയുന്നു. നിക്കുന്ന കുറച്ചും കൂടി സുഖല്ലേ? ഇതേ ഓടി വരുന്ന സാധനം ഇതാ. ഇങ്ങനെ ഇളകുമ്പോഴും പുള്ളി അവിടെ നിൽക്കുന്നുണ്ടോ? ഒരു വിഷയമില്ല. ഒരു പച്ച കളർ മീനുണ്ട് കേട്ടോ. എന്റെ അമ്മ എന്നെ കൊടുക്കാൻ നോക്കി. നല്ല ഇതെങ്ങനെ അടിക്കുന്നുണ്ട്, ഓളം തള്ളുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ പരിപാടി നിർത്തി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ തിരമാല അങ്ങനെ കുറവാ അല്ലേ? ഇവിടെ കുറവാ. റീഫ് ഉള്ളിലല്ലടാ, റീഫല്ലേ ഇന്നലെ കണ്ട കടലല്ലോ ഇത്. ആ സൈഡിൽ ചെറിയ ചെറിയ മീൻ ചാടുന്നു. അതൊക്കെ ആ കുഞ്ഞുങ്ങൾ ചാടുന്നതാണ്. ആരോ ഹണ്ട് ചെയ്യാൻ വന്നിട്ട് ചാടുന്നതാണ്. അയ്യോ, ജിൻസേ, മാലിദ്വീപിൽ ടൂറ് വന്നിട്ട് ഇങ്ങനെ ഫിഷിങ് ചെയ്യാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. അതെ, ബാക്കി എല്ലാവരും വന്ന് റിസോർട്ടിൽ താമസിച്ച് മാല സിറ്റിയും കറങ്ങി പോകും. പക്ഷെ ഇതുപോലെ നമ്മൾ പോകുന്ന ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാൻ പറ്റുമോ? ഇല്ല, കേരളത്തിൽ പറ്റൂല. അപ്പൊ കേരളത്തിൽ പറ്റാതെ മാലയിൽ വന്ന് നമ്മൾ ഉൾക്കടലിൽ പോയി മീൻ പിടിക്കാൻ പോകും. അതെ അല്ലേ? ഇതൊക്കെ എക്സ്പീരിയൻസ്, ഡിഫറെന്റ് എക്സ്പീരിയൻസാ. വെള്ളം അടികളോ തിര കാണുമ്പോ പേടില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എല്ലാവരും മാലയിൽ വന്ന ടൂർ വരുന്ന അങ്ങനല്ലേ ഉള്ളൂ. മീൻ പിടിക്കാൻ വന്ന അപൂർവല്ലേ? എന്താ മോശേ, നമ്മളൊരു ഉൾക്കടലിലോട്ടാ പോകുന്നത്. അതായത് മാലയില് ടൂർ വന്ന് ആരും ചെയ്യാത്ത പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതെ, പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. പിന്നെ ഇത് മറയൂലാന്ന്. ഇതൊക്കെ ഒരു അനുഭവം അല്ലേ? ഈ ബോട്ട് മറയാത്ത അതിന്റെ ഹൾക്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക്. അതെ, എന്നിട്ട് ആ മീനിനെ നമുക്ക് വറുത്തല്ലേ. ഈ ചേട്ടന്മാർക്ക് കറക്റ്റ് അറിയാം കേട്ടോ മീൻ എവിടെയാ കിട്ടുക എന്നൊക്കെ. കാരണം ഇവർക്ക് സ്ഥിരം ഉള്ള പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കണ്ടോ, നമ്മള് നിർത്താൻ പോവാ കേട്ടോ. നമ്മള് നിർത്തിയിട്ട് പിടിക്കാൻ പോവാ. നിർത്താനായോ? ആ, യെസ്. അപ്പൊ നമ്മളെ സ്പോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇത് ഇടയ്ക്ക് ചില സമയത്തുണ്ടല്ലോ എടുത്തടിക്കുവാ മുകളിലേക്ക് പൊങ്ങിയൊരു പോകാം കേട്ടോ. എടുത്തങ്ങോട്ട് ഇടും. അപ്പൊ എന്തായാലും ഭയങ്കര വൈബല്ലേ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരം സൈസ് കുറച്ചാൽ നമ്മുടെ ഐലൻഡിൽ മോട്ടറേറ്റ് 2x ആക്കിയാൽ അടിപൊളി. സിമ്പിളായിട്ട് നിൽക്കുന്ന നോക്കണം, ഒരു കൈയും കാലും പിടിക്കാണ്ട്. ആ ചേട്ടനല്ലേ നമ്മുടെ നാട്ടില് ചില ട്രാക്ടറിന്റെ പിക്കപ്പിന്റെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബോട്ടിൽ മീൻ പിടിക്കാനൊന്നും കൊണ്ടുപോകില്ല. ഇല്ല, അവിടെ ഇല്ലീഗലാ. ലൈസൻസ് വേണം. പിന്നെ നമ്മളെ അങ്ങനെ ബോട്ടിൽ കയറി കൊണ്ടുപോകില്ല. നമ്മളുടെ ബന്ധം ഉള്ളതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ആര് ടൂറിസ്റ്റുകൾ ഇവിടെ വരില്ലല്ലോ. ഈ ഐലൻഡിൽ ഇത് ടൂറിസ്റ്റ് ഐലൻഡ് അല്ല, ഇത് ഒരു സാധാരണ ഒരു ഐലൻഡാണ്. പക്ഷെ വൈബാട്ടോ, നമുക്ക് അടിപൊളിയാ. രക്ഷയില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ ബോട്ട് നിർത്തി കേട്ടോ. മോശേ റെഡിയല്ലേ? ബോട്ട് നിർത്തി. മോശം ഇന്ന് എത്ര മീനെ പിടിക്കുമെന്ന് പറഞ്ഞേക്കുന്നേ? നമുക്ക് നോക്കാം. അത് ഓഫായി പോയി. പുള്ളി തൊട്ടപ്പോ ഈ ബക്കറ്റിലിട്ട് നിറച്ചോളുക. അടിയിൽ വേറൊരു ബോക്സ് ഉണ്ട്, അതിൽ നിറക്കണം. മീൻ കച്ചവടം ചെയ്തിട്ട് പൈസ കൊണ്ട് നാട്ടിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അതെ അതെ, മീൻ കച്ചവടം നടത്തിയേക്കാം അല്ലേ? അത് എല്ലാ സാർമാരെടുത്തും ഇത് കണ്ടോ ഓരോ സംഭവങ്ങളുണ്ട്. അത് ഇടുന്നു, മീനെ പിടിക്കുന്നു. ഇത് തന്നെ പരിപാടി. നടുക്കടലിലാണ്. നോക്കൂ, മൊത്തം കടൽ. കടൽ. മാഷേ, ഇന്ന് രാമേന്ദ്ര സാറിന്റെ ഊഴാണ്. രാമേന്ദ്ര സാർ ഇന്ന് രാജേന്ദ്ര സാർ ഇന്ന് സ്രാവിനെ പിടിക്കുമെന്ന് പറഞ്ഞതാ പരിപാടികൾ തുടങ്ങുന്നു. സുഹൃത്തുക്കളെ, സ്രാവിനെ പിടിക്കണ്ട അല്ലേ? സ്രാവിനെ പിടിച്ചവിടെ ജയിലിൽ പോകും. സ്രാവിനെ തിരട്ടിയിട്ടൊന്നും ഇവിടെ പിടിക്കാൻ പാടില്ല. സ്രാവിനെ പിടിച്ചവിടെ പ്രശ്നം അല്ലേ? ഇതിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും അല്ലേ?
ഇതിപ്പോ ഇത്ര വലിയ സീനില്ല, അത്ര വലിയ ഇളക്കമില്ല. ഇതൊരു ഐലൻഡിന്റെ അടുത്ത് എത്തി, നമ്മുടെ ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിന്റെ അടുത്ത് എത്തി. അതും ആൾക്കാരുള്ളൊരു ഐലൻഡ് കേട്ടോ. പക്ഷെ അടിച്ചറിയാം. പക്ഷെ വിജേഷ എല്ലാരും ഒരു സൈഡിൽ പോയി നിക്കല്ലേ, ബോട്ട് കയറിയും. ഞാൻ പിടിക്കുന്ന മീനിനെ നോക്കാട്ടോ. അതെ, നിങ്ങൾ മീൻ പിടിക്കി. ബോട്ടിന്റെ അടിയിൽ പോകും കേട്ടോ. അതായത് 30-40 മീറ്റർ താഴെ ഉണ്ട് ഇവിടെ. ഇവരുടെ ഭാഷ കേൾക്കാൻ നല്ല രസമല്ലേ? അല്ല, ഇവരുടെ ഭാഷ ഇവര് പറഞ്ഞാണ് 30-40 മീറ്റർ. ഇവർക്ക് അറിയാവുന്നല്ലേ? ഇവർക്കറിയായിരിക്കും, ഇവര് സ്ഥിരം വരുന്നല്ലേ. അതെ, വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. എന്തിനാ ജീവനുള്ള മീനെ പിടിച്ചിടാനാണോ? അതെ, ഒരു സ്ഥിരമായിട്ട് മീനെ കൊണ്ടുവരില്ല. മീനെ വിട്ടിട്ട് ഇതൊക്കെ ഒരഞ്ഞ പാടുകളൊക്കെ ഉണ്ട്. മീനിന്റെ ചെതുമ്പിലൊക്കെ ഉണ്ട്, അപ്പൊ പിടിക്കുന്ന ഉറപ്പാ. അതെ, 3 പേരും വാശിക്കാട്ടോ മീൻ പിടുത്തം. വിജേഷൻ ഇവർക്ക് പിന്നെ സ്ഥിരമായിട്ട് പിടിച്ച് ശീലമുണ്ട്. നമ്മൾ തോട്ടി പിടിക്കുന്ന പോലെ ഇവർ കടലിൽ പിടിക്കും. കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് മീൻ പിടിക്കുന്നു. സാറേ കൊത്തിയോ? കൊത്തുന്ന് വലിച്ചു കയറ്റുക. കിട്ടിയില്ല, നീ പറ്റിച്ചല്ലോ മോസേ. ഞാൻ വെച്ച് കിട്ടിയെന്നാ. അവനൊക്കെ പിടിക്കും അല്ലേ, അവൻ്റെ തീറ്റ കൊണ്ടുപോയി. അതെ, അവിടെ ഇരുന്നിട്ട് ഞാൻ ഓടിച്ച പോലെ തോണ്ടാനാ വന്നാലും നിൽക്കരുത് കേട്ടോ, ഉരുണ്ട് കടലിൽ പോകും. അതൊന്നും ഇല്ലടാ, നിർത്തിയിട്ട വണ്ടിയാ. ഓടുന്ന വണ്ടിയാണ് നീ ഓടിക്കണ്ടേ. അല്ല, നിർത്തിയിട്ട വണ്ടി നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. എന്താ വിജേഷ അഭിപ്രായം? പിടിക്കൂലേ? ഈ പുള്ളി കേട്ടോ, ഈ പുള്ളി അടിപൊളിയാ. പുള്ളി രാവിലെ നമുക്ക് എന്ത് മീനാ രാവിലെ പുള്ളി കൊണ്ടു തന്നെ? നമുക്ക് ഫിലോളു എന്ന് പറഞ്ഞൊരു മീൻ കൊണ്ടു തന്നു. അത് ഞങ്ങൾ എയർ ഫ്രൈയിലൊക്കെ വെച്ച് വറുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുള്ളി രാവിലെ പോയി. ഇനിയിപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് പോകാന്ന് പറഞ്ഞു. ഇനി മാലിദ്വീപിലെ കടൽ മീൻ പിടുത്തം കുറച്ച് ദിവസം കാണാം. ഞങ്ങൾ മീൻ പിടിച്ച് തിന്ന് മടുത്തിട്ടേ നാട്ടിലോട്ടുള്ളൂ അല്ലേ മീൻസ്. പുള്ളി നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് മേടിച്ച മീനല്ലേ, ആ ഉച്ചയ്ക്ക് മേടിച്ച ഒരു മീനിനെ കൊണ്ടുവന്നിട്ട് പുള്ളി അതിനെ കഷ്ണം ആക്കിയിട്ട് ചൂണ്ടക്കുളത്തിൽ ഇടാൻ പോകാം. അതിനൊരു കഷ്ണം എടുത്ത് ഈ ഒരു കഷ്ണം അതിനകത്തേക്ക് കൊളുത്ത് ഫുള്ള് മുറിക്കാനാ പറയുന്നത്. കടിച്ച ഭാഗം എടുത്തിരുന്നു. കടലുണ്ടോ? കടലാണ്. ഇതില് നല്ല ആട്ടമാണ്. ഞങ്ങൾ നിന്നിട്ട് ജിൻസ് ഇവിടെ കിടന്നാണെങ്കിൽ ഛർദിക്കാൻ വന്നിട്ട് കരച്ചിലോട് കരച്ചിൽ. നീ തന്നെ പോടാ. എല്ലാവരും ചൂണ്ടിടുന്നത് വിജേഷൻ പഴയ മീനാന്നൊക്കെ പറഞ്ഞിട്ട് എറിഞ്ഞു കൊണ്ട് പുതിയ മീനൊക്കെ വാങ്ങണ്ടോ. ഒരു ശരിയായ എന്തോ പറയാൻ പറഞ്ഞിട്ട് മിഴുങ്ങി കേട്ടോ. പുള്ളി വേറെന്തോ ടൈപ്പിനാണ്. ആണോ? പുള്ളി ആ മീനിനെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് ആണ് ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് മോശേ ചൂണ്ടക്കുളത്ത്. നമ്മൾ അടുത്ത ഐലൻഡ് എത്തി. ഇത് കറങ്ങി അടുത്ത ഐലൻഡ് എത്തി. ഇത് നിന്ന് തിരിഞ്ഞ് ഇത് നമ്മുടെ ഐലൻഡ് ഏതായിരുന്നു? നമ്മുടെ അതാ അപ്പൊ സംഭവം നമ്മൾ ഇവിടുന്ന് ഇച്ചിരിയും കൂടി മാറുകയാണ്. മാറിയിട്ട് ഇവിടെ മീൻ എത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ഇച്ചിരി കൂടി മാറുക. അപ്പൊ ഈ ആ കാണുന്ന ആ ചുമപ്പ് കാണുന്ന അവിടെയാണ് നമ്മുടെ ഐലൻഡ്. അപ്പൊ അവിടുന്ന് ഇത്രയും ദൂരം വന്ന് ഇതിന്റെ തൊട്ടടുത്തുണ്ടോ വേറെ ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡിന്റെ അടുത്തെത്തി. ഈ ചെറിയ ഇത് കാണുന്ന മുഴുവൻ ഐലൻഡാ. ഈ ബോട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. 360 കറങ്ങിക്കൊണ്ടിരിക്കുക. അതൊരു റിസോർട്ട് ഐലൻഡ്. അത് അവിടെ കാണുന്നുണ്ടോന്ന് അറിയില്ല. മറ്റേ സാധനം ഇട്ടിട്ടില്ല. സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്ത ക്ലാരിറ്റി കുറയോ? ഇല്ലെന്ന് ചെയ്യട്ടെ. ഇത് വേറെ സാധനമാണ് അല്ലേ? ഇത് വലിയ ക്ലാരിറ്റി കിട്ടുന്നില്ല. അങ്ങനെ മോസസ് ഇടാൻ തുടങ്ങി. ഇത് കൊറേ പോണ്ട് കേട്ടോ. അപ്പൊ അത്ര ആഴമുണ്ട് ഇവിടെ. സ്ഥലം മാറ്റിയപ്പോ കൊത്താൻ തുടങ്ങി കേട്ടോ. മോസ് കൊത്തിയാടാ? കൊത്തുന്നുണ്ട് ഉണ്ടോ?
ഓ കിടന്ന് ഇളകണം നോക്കിയേ. തിരയടിക്കണ ഒച്ചയല്ല കേൾക്കണേ. ആ ഐലൻഡിൽ തിരയടിക്കണ ഒച്ച കേട്ടോ. ആ ഐലൻഡിൽ എത്ര വീടുകളുണ്ടാവും? നീ ഇവിടെ സെൻസസ് എടുക്കാൻ വന്നാ? കുറച്ചേ ഉണ്ടാവുള്ളൂ മോസേ. അപ്പൊ ഒരു മീൻ കിട്ടിയതേ. ഇതെന്ത് മീനാ? ഹമൂറോ? എവിടെ എവിടെ നോട്ടെ. ആ ചെറിയ സാധനം. പുള്ളി ഫസ്റ്റ് അടിച്ചു വിട്ടോ മോസേ. അതെ. ആ അത് ചെറിയ മീനല്ലേ? കുഞ്ഞു എന്ത് മീനാ അത്? ആ ആ കൂപ്പർ. ആ നോക്കട്ടെ. ആ ഇതെന്തൊരു മീനാ? അമൂറാ? അമൂറിന്റെ ചെറുത്. മോസേ വേഗം പിടിക്കടാ നീ. ഇത് കൊടുക്കണ്ട. ഇത് മറ്റേ പിടിക്കടാന്ന് പറഞ്ഞാൽ മറ്റേ കണ്ണര് ആരാ? എന്റെയോ? എന്റേത് അങ്ങ് പോയി. എവിടെ? ഇല്ല എന്റെ കുറെ പോയി. ആ അത് അവന്റെ ആയിരിക്കും. അത്യാവശ്യം രാത്രിയായി കേട്ടോ. നമ്മൾ എത്ര മണി വരെ മോസേ? 8:30 വരെ. 8 മണി വരെ. ഇരുട്ടാണെങ്കിൽ നമ്മൾ പിടിച്ചിട്ടേ ഉള്ളൂ. 8 അല്ല 10 10 നമ്മൾ ഇന്ന് പിടിച്ചിട്ട്. പക്ഷെ എന്താ അറിയോ, ഈ കുറച്ച് ഇരുട്ടായാലേ മീൻ കുടുങ്ങുള്ളൂ എന്നാണ്. ഇവിടെ ലൈറ്റ് ഒക്കെ ഓണാക്കിട്ടോ. ലൈറ്റ് ഉണ്ടോ? ഈ ഒരു ലൈറ്റേ ഉള്ളൂ അല്ലേ? മീൻകറി ഉണ്ടാക്കി വെച്ചതും ഗ്രില്ല് ചെയ്ത മീനും ചോറും കൂട്ടി രാത്രിത്തെ ഭക്ഷണം കഴിച്ചിട്ട് വരുവോ? ചോറില്ല. ചോറിന് വരെ മറ്റേ സാധനം പറഞ്ഞില്ലേ? അത് പറ. അത് അടിപൊളിയാ മീൻകറി കൂട്ടി കഴിക്കാൻ. രാജസാറിന് എന്തോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്നുണ്ടോ? കുടുങ്ങാൻ മനസ്സിലായി. പോയി കയറി കൊടുത്തോ? ഉള്ളിൽ കയറിയോ? അതുണ്ടോ അവിടെ മഴ പെയ്യുന്നേ? മഴയോ? ആ ദൈവമേ, തോന്നുന്നുണ്ടോ നിനക്ക്? ഈ കാണുന്നതാണോ? അത് അവിടെ കണ്ട ടവറിന്റെ അവിടെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ചാല് പോലെ കാണുന്നുണ്ടോ? അത് ഇത് തന്നെ ആ മഴ. കടലിൽ കളയില്ല. പെട്ടു മഴ മഴ ഇവിടെ ഇല്ല. പ്ലാസ്റ്റിക് കവർ ഒന്നുമില്ലല്ലോ ദൈവമേ. അതിൽ വെക്കാം. എന്റെ ഉള്ളിൽ വെക്കാല്ലേ നമുക്ക്? ആ മോശം ഇരിക്കുന്നുണ്ടോടാ? ഞാൻ പോവാ. എന്താ മാഷിനി പിടിച്ചോട്ടോ. ഇന്റർലോക്കിൽ വേണേ ഇരിക്കാം അല്ലേ? അമ്മേ അവൻ്റെ ഉള്ളിൽ പോയിരിക്കാം. ബേ എനിക്കൊരു ഗ്യാപ്പ് തരണേ. അതൊരു വല്ലാത്ത ഇതായിപ്പോയല്ലോ മഴ. പെട്ടെന്ന് പോകൂലേ? അവിടുത്തെ മഴ കഴിഞ്ഞു. ഒരുപോലെ എടാ നീങ്ങിരിക്കടാ, എനിക്കിരിക്കണ്ടേ? നീ ഇങ്ങോട്ട് ഇരിക്കേ. കട്ട വെച്ചിട്ട് ഇരിക്കാ. ആ നീ അവിടേക്ക് ഇരിക്കേ. നോട്ടെ. അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ചെറിയ ഗ്യാപ്പിൽ കയറി കൂടി. അത്യാവശ്യം നല്ല മഴ കേട്ടോ പെയ്യുന്നത്. ഇവര് വെൽ പ്രിപ്പയർ ആയിട്ട് മഴ പെയ്യും ഇതൊക്കെ സെറ്റപ്പ് ഒക്കെ നോക്കിട്ട് ഇറങ്ങിയ നമ്മളൊന്നും സെറ്റപ്പ് എടുത്തില്ലല്ലോ. അത്ര പ്രതീക്ഷയില്ലല്ലോ. അതെ. എന്താ രാംബോ എന്താ മോശം നിന്ന് ആടുന്നേ? ആടുന്നല്ല, ഇത് അമ്മാര് ലാഞ്ചലാ. കാറ്റ് അടിക്കുവല്ലേ? അമ്പോ നോക്ക്. ഇപ്പൊ കുറഞ്ഞു. നേരത്തെ ഒരു സാധനം വന്ന് അവിടെ കുത്തിയിട്ട് ഇങ്ങേ മൂലയിൽ കുത്തിയ ഫുട്ബോൾ കളിക്കുന്ന പോലെ ആ മൂലയിൽ തെറിച്ചിട്ട് ഇങ്ങേ മൂലയോട്ട് ഉണ്ട്. എപ്പോഴും കുറവൊന്നുമില്ല. മുട്ടുന്നുണ്ട് കേട്ടോ വെള്ളത്തില്. ഒരു സൈഡ് വെള്ളത്തിൽ അങ്ങനെ മുട്ടുക അല്ലേടാ? സാറിന് കിട്ടിയിട്ടുണ്ട്. എന്താ സാധനം? രാജേന്ദ്ര സാറിന് മീൻ കിട്ടി. ആദ്യത്തെ മീൻ. ആദ്യത്തെ രണ്ടാമത്തെ മീൻ. പോയോ? പോയി കേറിയാ? ഇല്ല, കേറിയിട്ടില്ല. കുഴപ്പമില്ല. വെച്ചോ ഒരേ സാറി. ഈ വലിയ എനിക്ക് തോന്നുമ്പോ ശരിയില്ല. ഇങ്ങനെ തിരിച്ചു വെച്ചോ സാറേ. ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ആടുന്നു കേട്ടോ. കേറിയല്ലേ? മോസേ എങ്ങനെയുണ്ട്? കിട്ടി. അങ്ങനെ രാമേന്ദ്ര സാറ് ഇത് കിടന്ന് സാധനത്തിനെ പൊക്കിയിട്ടുണ്ട്.
വലുതായാൽ മതിയായിരുന്നല്ലേ. അയ്യോ ഇനിമസ് എടുക്കും മോശേ. ഇതെന്നാത്ത സാധനം? ഇതെന്താ മോശേ? ഇതെന്താ പറയാ അതിനെ? എന്തോ പറയും. അവന്റെ എണ്ണാക്കിലെത്തി. അവൻ വിഴുങ്ങി ദഹിക്കാറായെന്ന് തോന്നുന്നു. വയറ്റിലെത്തി. ആ ഇതെന്ത് മീനാ? സ്നാപ്പർ. ഹംപെക് സ്നാപ്പർ എന്താണാവോ? അറിയില്ല. ഒരു കിലോ ഉണ്ടോ സാറേ? ഒരു കിലോ ഉണ്ടാവോ? ഒരു കിലോ ഉണ്ടോ? ഒരു കിലോ ഉണ്ടോ? ഇല്ലല്ലോ. ചാടി പോവോ? കിടന്ന് ഇളകണ. അയ്യോ എൻ്റെ അമ്മേ, ഈ ഇളക്കം മാത്രം ഒരു വിഷയമുള്ളൂ കേട്ടോ. മീനെ കിട്ടി. അറിയാണ്ടൊരു മീൻ. അതെന്താ ഇപ്പൊ നമ്മള് പിടിച്ച സാധനം തന്നെയാണോ? ആ അതിന്റെ കുഞ്ഞ് തന്നെയാ. അതിന്റെ കുഞ്ഞല്ലേ? ഫ്ലാഷ് ഓൺ ആക്കട്ടെ. ആട്ടം വരും ആട്ടാട്ടോ, ഒരു രക്ഷയില്ല. ഇനി കുഴപ്പമില്ല, ഓടാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ ആടൂല. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ തിരിച്ചു പോവാണ് കേട്ടോ. നോക്കി വെള്ളം അടിക്കണം. അയ്യോ ശരിക്കും പേടിയാവും കേട്ടോ. നമുക്കങ്ങനെ അത്ര ഇതിലങ്ങനെ ചെരിയും പോകും. ബോട്ടൊക്കെ കൊണ്ട് അമ്മോ വെള്ളം തെറിച്ചങ്ങനെ പോവാണ് നമ്മള്. ഇതിന് ഹള്ള് മാത്രമേ ഉള്ളൂ, സൈഡൊന്നും ഇല്ല. ഇല്ല, ഇതിന് വെള്ളം കയറും, ആ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നുണ്ടോ? അതിൽ വെള്ളം കയറുന്നു, ഇറങ്ങി പോകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി കേട്ടോ. മൊസേ പോവാ. ആ ഈ രണ്ട് മീനെ നമുക്ക് കിട്ടി. നമ്മൾ തിരിച്ചെത്തി ഗൈസ്. നല്ല എന്നാ ലാഞ്ചലാണ്. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, പിന്നെ അങ്ങോട്ട് അതൊരു പിന്നെ ഇരുന്നിരുന്ന് കുറച്ച് സെറ്റായി. കോക്കോ